ഒറ്റവാചകത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം, ഇന്ന് എവിടെയെല്ലാം മലയാളികളുണ്ടോ, ഇന്ത്യക്കാരുണ്ടോ, അവർക്കെല്ലാം അഭിമാനമായ പാർപ്പിട സമുച്ചയം ഒരുക്കുന്നതിൽ ലോക ശ്രദ്ധ നേടിയ മലയാളി ശ്രീ PNC മേനോൻ നയിക്കുന്ന ശോഭ, ആ ശോഭയുടെ ശോഭ സിറ്റി ഇതാദ്യമായി അബുദാബിയിൽ വരുന്നു എന്നുള്ളതാണ്. അബുദാബിയിൽ വരാനിരിക്കുന്ന ഡിസ്നിലാൻഡ്, ലോകപ്രശസ്തമായ അബുദാബി സായിദ് എയർപോർട്ട്, യാസ് ഐലൻഡ്, ഇതിൻ്റെയൊക്കെ പരിസര പ്രദേശങ്ങളിലായി അതിപ്പോൾ ഞാൻ നിൽക്കുന്ന റോഡെന്ന് പറയുന്നത് അവിടെ മുതൽ, ക്യാമറ നിൽക്കുന്നത് മുതൽ ഞാൻ ഈ നിൽക്കുന്ന റോഡ് വരെയുള്ള നമ്മൾ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് വരുന്ന ഷേഖ് സായിദ് റോഡ്, അതിൻ്റെ ചേർന്ന് കിടക്കുന്ന പ്രോജക്റ്റാണ് ശോഭ സിറ്റി. ഇതിൻ്റെ ഞാൻ ഇപ്പുറത്തോട്ട് മാറി നിന്നാൽ ഇവിടെയാണ് എയർപോർട്ട്. ഇവിടെ നിന്നൊരു 14 മിനിറ്റ് ട്രാവൽ ചെയ്താൽ ഈ ശോഭ സിറ്റിക്കുള്ളിൽ എത്താവുന്ന വിധത്തിലാണ്. അതുപോലെ തന്നെ 5-10 മിനിറ്റ് വേണ്ട ഈ യാസ് ഐലൻഡിൽ നിന്നും വരാനിരിക്കുന്ന ഡിസ്നി ലാൻഡിൽ നിന്നും ഈ പ്രോജക്റ്റിലേക്ക് എത്താൻ. 3 സ്കൂളുകൾ, പള്ളികൾ, ക്ലബ് ഹൗസുകൾ, ഇങ്ങനെ എല്ലാം ചേർന്ന് കൊട്ടാരങ്ങളും സാധാരണ 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റും ഒക്കെ ചേരുന്ന 5000-ലധികം കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ UAEയുടെ തലസ്ഥാനമായ അബുദാബിയിലെ ആദ്യത്തെ ഫോറസ്റ്റ് സിറ്റി എന്ന് പേര് കേട്ടിരിക്കുന്ന ശോഭ സിറ്റി ഇവിടെ ഉദയം കൊള്ളുകയാണ്. അബുദാബി ശോഭ സിറ്റിയിൽ പറഞ്ഞല്ലോ, കൊട്ടാരങ്ങളുണ്ട്, 1 ബെഡ്റൂം, 2 ബെഡ്റൂം, 3 ബെഡ്റൂം ഉണ്ട്, ടൗൺ ഹൗസുകളുണ്ട്, വില്ലകളുണ്ട്. സാധാരണ നമ്മുടെ അപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റിയ വിധത്തിലുള്ള പ്രൈസ് നിലവാരത്തിലുണ്ട്. അപ്പോൾ ശോഭ സിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നാട്ടിലുള്ള ശോഭ സിറ്റി ആവട്ടെ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതാവട്ടെ, ദുബായിൽ തന്നെ ഭരണാധികാരികൾ മിസ്റ്റർ PNC മേനോൻ്റെ ക്വാളിറ്റി വൈഭവത്തെക്കുറിച്ച്, അദ്ദേഹം ഒമാനിൽ കഴിഞ്ഞ 50 വർഷമായി ചെയ്യുന്ന സേവനങ്ങളെ മാനിച്ചുകൊണ്ട് ആ രാജ്യം കൊടുത്ത പാസ്പോർട്ടിനെക്കുറിച്ച്, പൗരത്വത്തെക്കുറിച്ച് ഇതൊക്കെ അറിഞ്ഞു കേട്ടിട്ട് ദുബായ് ഭരണാധികാരികൾ അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവരികയും ദുബായിയുടെ ഹൃദയഭാഗത്ത് ശോഭ ഹാർട്ട്ലാൻഡിന് വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തതും, കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ടൊരു വിസ്മയമായി ഇവിടെ നിൽക്കുന്നതും, ലോകത്ത് 200 രാജ്യങ്ങളിലെ ആളുകൾ ശോഭ സിറ്റിയിലും ശോഭയുടെ അപ്പാർട്ട്മെൻറ്റുകളിലും താമസിക്കാൻ ആഗ്രഹിക്കുന്നതും, ഇതൊക്കെ മലയാളി ഉണ്ടാക്കിയ വിജയത്തിൻ്റെ ഗാഥകളിലെ വിസ്മയമായ കഥകളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ. 70 മില്യൻ്റെ കൊട്ടാരം ഏതായാലും ഇവിടെ വാങ്ങാൻ സാധാരണ മലയാളിക്ക് പറ്റില്ലല്ലോ. പക്ഷേ നമുക്ക് ആഗ്രഹിക്കുന്നവർക്ക്, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രൂപത്തിലും താമസിക്കാനെന്ന രൂപത്തിലുമൊക്കെ ആഗ്രഹിച്ചു വരുന്നവർക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിട്ടുള്ള ഒരു 10 ദിവസത്തെ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് എന്നതുപോലെ, കുട്ടികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് എന്നതുപോലെ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു കാര്യം അറിയിക്കുകയാണ്. 10 ദിവസത്തേക്ക് മാത്രം നിശ്ചയിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ വില നിലവാരം 13 ലക്ഷം ദിർഹം മാത്രമാണ്. 1.3 മില്യൺ ദിർഹം, നമ്മുടെ 2.5-3 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട സിറ്റികളിൽ എവിടെയെങ്കിലും ഒത്തിണങ്ങിയ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ 50,000 വൃക്ഷങ്ങൾക്കിടയിൽ താമസിക്കാൻ പറ്റിയ ലോകത്തിലെ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടുമോ? മുംബൈയിൽ കിട്ടുമോ? ഡൽഹിയിൽ കിട്ടുമോ? നമ്മുടെ കൊച്ചിയിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല ഒത്തിണങ്ങിയ ഒന്ന് വാങ്ങണമെങ്കിൽ എന്ത് കൊടുക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ തന്നെ രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കേണ്ട കാര്യം. ഈ അബുദാബി സ്വപ്നം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇതിലിപ്പോൾ പൂർത്തിയായി നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു 40 മാസം മനസ്സിൽ കരുതിക്കോളൂ. ഇതിനിടയിൽ ആകെ കൊടുക്കേണ്ടത് 40% മാത്രമാണ്. എന്ന് വെച്ചാൽ 1.3 മില്യൻ്റെ 5% 65,000 ദിർഹംസ് കയ്യിലുണ്ടോ എങ്കിൽ അഡ്വാൻസ് കൊടുത്താൽ ബാക്കിയുള്ള 35% 40 മാസത്തിനിടയിൽ കൊടുത്താൽ മതി എന്നർത്ഥം. അപ്പം 40% കൊടുത്തു കഴിയുമ്പോൾ ചാവി നമ്മുടെ കയ്യിൽ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള 60% കൊടുക്കാനുള്ളത് എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ട് അതിൻ്റെ ബാങ്ക് ലോൺ വേണമെങ്കിൽ ബാങ്ക് ലോൺ, മറ്റെന്തെങ്കിലും സംവിധാനം വേണമെങ്കിൽ അങ്ങനെ, കാശ് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അത് കൊടുക്കാനുള്ള സംവിധാനവും ഉണ്ടാക്കി തരുന്ന വിധത്തിലാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ നാട്ടുകാർ അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മേഖലയിൽ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മിസ്റ്റർ സായി എന്നോട് ഇക്കാര്യം പറഞ്ഞതും. അപ്പോൾ അബുദാബിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അബുദാബിയിൽ നമ്മളൊരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് വാങ്ങണമെങ്കിൽ, ഒരു നല്ല ഡെവലപ്പർ വാങ്ങണമെന്നുണ്ടെങ്കിൽ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 1.8-1.9 മില്യൺ. കറക്റ്റാണ്. അപ്പോൾ നമുക്ക് സാധാരണക്കാരന് അബുദാബി വാങ്ങാൻ പറ്റാറില്ല. അപ്പോൾ ശോഭ പോലെ ഇത്രയും നല്ലൊരു ബൊട്ടീക്ക് ഡെവലപ്പർ അവിടെ ഒരു 1.3 മില്യൺ ഒരു 1 ബെഡ്റൂം കൊണ്ടുവരുന്നു. അതിൽ 60-40 പേയ്മെൻറ്റുകളായിരുന്നു. അതായത് 60 ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ, 40 ഓൺ ഹാൻഡ് ഓവർ. ഹാൻഡ് ഓവറിൽ 40% കൊടുക്കുക, 60% പണി നടക്കുമ്പോൾ കൊടുക്കുക 3 വർഷം കൊണ്ട്. അതിപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് 40-60, അതായത് 40 മാത്രം കൊടുത്താൽ മതി. 40% പണി നടക്കുന്ന 3 വർഷം കൊണ്ട് കൊടുക്കുക, 5% മാത്രം ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുക. 5% എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി വാല്യൂ 5% വളരെ ചെറിയ എമൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അബുദാബിയിൽ നമ്മൾ റെൻറ്റ് കൊടുത്ത് താമസിക്കുന്ന, അല്ലെങ്കിൽ അബുദാബിയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റി, അബുദാബിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി. മറീന ഉണ്ട്. 1.3 മില്യൺ ആണെങ്കിൽ
നമുക്ക് ഒരു 65,000 ദിർഹം ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, അതെ 5% അതെ അതെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 40 മാസം കൊണ്ട് ഇതാണ് നിങ്ങൾ അതെ അതെ പറഞ്ഞത്. കറക്റ്റ് കറക്റ്റ് ബാക്കി 40% കൊടുത്താൽ മതി. മതി. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മറീന. ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. മറീന, ഗോൾഫ് കോഴ്സ്, വില്ല, ടൗൺ ഹൗസ്, അപ്പാർട്ട്മെന്റ്സ്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട 50,000 മരങ്ങൾ അതിനകത്തുണ്ട്. അതെ, അതായത് 35 മില്യൺ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്ന 850 ഏക്കറിൽ ആകെ 40% മാത്രമേ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നുള്ളൂ. Okay. 60% മരങ്ങളാണ്. അപ്പോൾ അത്രയും ഗ്രീനറി ഉള്ള അബുദാബിയിൽ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ എവിടെ വേണമെങ്കിലും പോയിക്കൂടെ. ഈ വിലയ്ക്ക് ഇതുപോലൊരു കമ്മ്യൂണിറ്റിയിൽ ഇതുപോലൊരു പേയ്മെൻറ്റ് പ്ലാനിൽ ഇത്രയും നല്ല ഡെവലപ്പറിൻ്റെ അടുത്ത് വേറെ ഓപ്ഷൻ നിലവിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാന്നുള്ളത്, നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന്. ഇത് നമ്മൾ എഗെയിൻ വാങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, ഇത് റിയലി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഇത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. 056 UAയിലെ നമ്പറാണ് 056-588-3693 എന്ന നമ്പറിൽ വാട്സപ്പ് ആവട്ടെ അല്ലെങ്കിൽ പാതിരാത്രി ആവട്ടെ എപ്പോൾ വിളിച്ചാലും അദ്ദേഹം റെസ്പോണ്ട് ചെയ്യും, അഡ്വൈസ് തരും. വാങ്ങണമെന്ന് നിർബന്ധമില്ല, എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് മനസ്സിലാക്കി. നമ്മളിത് ഒരിക്കലും ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എന്നെ വിളിക്കുന്ന പലരും ചോദിക്കും അബുദാബിലൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എല്ലാവരെയും വിളിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവും, ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തിക്കാമെന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ.